ഇന്ന് ചക്കക്കുരുപ്പേരിയാണ് കേട്ടോ എൻ്റെ സ്പെഷ്യല്. അപ്പോൾ തലേദിവസം തന്നെ ചക്കക്കുരൊക്കെ തൊലി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകി നമുക്ക് എടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വല്ലാണ്ട് വെന്തുടയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി. ഇനി ഒരു ചട്ടി വയ്ക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാൻ പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടിയല്ല ഉപയോഗിക്കുന്നത്, ചതച്ച മുളകില്ലേ അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ പതുക്കെ പതുക്കെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു പാത്രം അങ്ങനെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ആ മുളകൊക്കെ നന്നായിട്ട് നമ്മുടെ എല്ലാ ചക്കക്കുരുവിലേക്കും പിടിക്കണം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുളകൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ചക്കക്കുരുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടിയും പിന്നെ വൈകുന്നേരത്തെ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.